ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ കൊള്ളി പൊരിച്ചതാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഉരുളക്കിഴങ്ങ് ഇതുപോലെ പീസാക്കിയതിന് ശേഷം കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കുഴച്ചെടുത്തതിന് ശേഷം ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കണം. പിന്നെ ഇതിലേക്ക് ചിക്കൻ ആവശ്യമായിട്ടുണ്ട്. അത് ചിക്കന് ചെറിയ പീസാക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, വെള്ളം ചേർത്ത് ഒരു വിസിലിന് വേവിച്ചെടുക്കാം. പിന്നെ നേരത്തെ മൂടി വെച്ച ഉരുളക്കിഴങ്ങിൽ വെള്ളമുണ്ട്, അതൊന്ന് ഊറ്റിയെടുക്കാം. എന്നിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുകൊടുത്ത് ഒന്ന് പൊരിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് കോരി മാറ്റാം. അങ്ങനെ ബാക്കിയുള്ള ഉരുളക്കിഴങ്ങ് കൂടെ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് ഞെക്കിയാലേ ബാക്കി നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പൊരിച്ചെടുത്ത ഉരുളക്കിഴങ്ങും ചിക്കൻ വേവിച്ചെടുത്തതുകൊണ്ട് ഇനി ഒരു ടൂത്ത് പിക്ക് എടുത്ത് ഇതുപോലെ ഒരു ഉരുളക്കിഴങ്ങ് ആദ്യം എടുത്തൊന്ന് കുത്തി കൊടുക്കാം. പിന്നെ വീണ്ടും ഒരു ഉരുളക്കിഴങ്ങ് കൂടെ കുത്തിയതിന് ശേഷം ഒരു ചിക്കൻ്റെ പീസ് എടുത്ത് ഇതുപോലെ കുത്തി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും 2 പീസ് ഉരുളക്കിഴങ്ങ് ഇതുപോലെ കുത്തി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ബീഫ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ബീഫ് ഇഷ്ടമുള്ളവർക്ക് ബീഫ് വെച്ചിട്ട് ചെയ്യാം, ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് ചിക്കൻ വെച്ചിട്ട് ചെയ്യാം. ഇത് രണ്ടാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മുട്ട എടുത്തിട്ട് അതിലേക്ക് ലേശം ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇത് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് പൊരിച്ചെടുത്ത അതേ ഓയിലിലേക്ക് തന്നെ നമുക്ക് ഇതുപോലെ നമ്മൾ കുത്തി വെച്ച കൊള്ളി എടുത്തിട്ട് ഈ മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയിട്ട് ഇതുപോലെ പൊരിച്ചെടുക്കാം. ഒരു സൈഡ് പൊരിഞ്ഞാൽ അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറു സൈഡും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കൊള്ളി ഇവിടെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് കോരി മാറ്റാം. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിന് ഞങ്ങൾ പറയുന്ന പേര് കൊള്ളി പൊരിച്ചതെന്നാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ വല്ലതും പുതിയതായിട്ടുള്ള എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൊള്ളി പൊരിച്ചത് ഉണ്ടാക്കുന്നത്. അപ്പോൾ പെരുന്നാളായിട്ട് നല്ലൊരു അടിപൊളി സ്നാക്കായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ.